കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024 സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള കോളേജ് ജോയിനിങ് ഇന്നാണ് നടക്കുന്നത്. അതായത് 26-ാം തീയതി, ജൂലൈ 26-ാം തീയതി 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ ഹാജരാവണം. അപ്പോൾ ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിന് സ്പോർട്സ് കോട്ടയിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് സ്പോർട്സ് കോട്ട എന്ന ടാബ് ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ജൂലൈ 26-ന് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുമായിട്ട് കോളേജിൽ ചെല്ലേണ്ടതാണ്. ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇപ്പോൾ വന്ന രണ്ടാം റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കോളേജിലും ഒരേ ടൈമിൽ തന്നെയാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോളേജുകളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെയോ അല്ലെ മറ്റ് പ്രതിനിധികളെയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതിനിധിയോ രക്ഷകർത്താവോ ആണ് ഹാജരാകുന്നതെങ്കിൽ നിങ്ങളൊരു ഓതറൈസേഷൻ ലെറ്റർ, അതായത് വിദ്യാർത്ഥി ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്റർ കൂടി നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്ന വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് പുതുതായിട്ട് കൊടുത്ത വിദ്യാർത്ഥികൾ, അതായത് രണ്ടാമത് കൊടുത്ത് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ചാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് 12 മണിക്ക് മുമ്പായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം നിങ്ങൾ ആ കോളേജിൽ ചെല്ലാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് അറിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇതിപ്പോൾ ഇന്നലെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 12 മണി വരെ ഉള്ളൂ സമയം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ന് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ വരുന്ന ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്